ഹലോ ഗായ്സ്, ഇന്നൊരു സ്റ്റഡി വ്ളോഗായാലോ. എല്ലാവരും എക്സാംസൊക്കെ കഴിയാനായില്ലേ? എൻ്റെ എക്സാം തുടങ്ങണുള്ളൂ. നമ്മൾ ഏത് കഴിഞ്ഞ ഉടനെ എൻ്റെ എക്സാം 6th സെമ്മിൻ്റെ എക്സാമാണ്. അതിൻ്റെ യാതൊരു ബോധവും ഇല്ലാതെയാണ് ഞാൻ നടക്കുന്നത്. എക്സാമാണ് വരുന്നത്, ഇനി 10-15 ദിവസം കൂടി ഉള്ളൂ. യാതൊരു ബോധമില്ല. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ടേബിളൊക്കെ ആകെ മെസ്സായിട്ട് വൃത്തികേടായിട്ടാണ് കിടക്കണം. അതിൻ്റെ തലേ ദിവസം പഠിച്ചതിൻ്റെ അംഗമാണ്. പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മളിരിക്കുന്ന പരിസരം ആദ്യം വൃത്തിയാക്കണം. അപ്പോൾ ടേബിളൊന്ന് വേഗം വൃത്തിയാക്കാം. ഈ ടേബിളിൽ എന്താണെന്ന് പറയുക, ന്യൂസ് പേപ്പർ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചതാണ് ഞാൻ. ഓരോ രസമല്ലേ, രസം മാത്രമേ ഉള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പണിയാണ്. പ്രത്യേകിച്ച് എനിക്കത് ഇങ്ങനത്തെ കുറച്ച് കലാവിരുതൊക്കെ ഉണ്ട്, അതൊന്നും ആകുമ്പോൾ നടക്കൂലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചതാണ്. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ന്യൂസ് പേപ്പർ വിരിച്ചതെന്ന്? അപ്പം ഇനി ഒരു വീഡിയോ ഒക്കെ എടുക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ ആ ന്യൂസ് പേപ്പർ എന്നിട്ട് ഞാൻ ടേബിൾ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് അതാത് സാധനങ്ങൾ അതാത് സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. നല്ല ശാന്തമായിരുന്ന് പഠിക്കാം. എനിക്കെന്ന് പറഞ്ഞാൽ ഈ പഠിക്കാൻ തോന്നുന്ന ടൈമിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ പഠിക്കാനൊന്നും നിന്നെ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ പഠിക്കണം എന്ന് തോന്നണം അപ്പം തന്നെ ഞാൻ വേഗം വന്നിരുന്ന് പഠിക്കും. കാരണം അപ്പം മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണല്ലോ. എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിക്കണം, ആ ഒരു പേടിയും ആ ഒരു ഇതൊന്നും എക്സാമിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല. എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും പഠിത്തമൊക്കെ. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എൻ്റെ രീതിയിൽ എൻ്റെ ഭാഷയിൽ ഞാൻ ഒരു പേപ്പറിൽ വേറെ അവിടെ എഴുതി വെക്കും. അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യുന്ന ടൈമിൽ അത് മാത്രം എടുത്ത് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും കാര്യം. എങ്ങനെ? അപ്പോൾ അതൊരു ടിപ്പായില്ലേ? അല്ല, ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണ്, അതെനിക്കറിയാം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ വീഡിയോ ഓണാക്കി വെച്ച് പഠിക്കുമ്പോൾ ഫോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും എനിക്ക് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ എഴുതി നോക്കി പഠിക്കും കേട്ടോ. പിന്നെ ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കും പോലെയാണ് ഞാൻ പഠിക്കുക. അപ്പോൾ വീഡിയോയും കൂടി ഓണാക്കി വെച്ച സ്ഥിതിക്ക് നമുക്ക് ശരിക്കും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ ശരിക്കും പഠിച്ചിരുന്നത്. പിന്നെ ഫുൾ ടൈം ഇന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയും ഇങ്ങനെ ഇത്ര ടൈം വെച്ച് ഇങ്ങനെ, അതായത് അരമണിക്കൂർ പഠിക്കുക എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എൻ്റെ കേസിൽ അത് ഒട്ടും പോസിബിളല്ല. കാരണം എനിക്കൊരു നേരെ ടോപ്പിക്ക് പഠിക്കണം, ഇതന്നെ വേണ്ടി വരും അരമണിക്കൂർ. അതുകൊണ്ട് ഞാൻ ഇരുന്ന് ചിലപ്പോൾ ഇത് 1 മണിക്കൂറൊക്കെ ആകും. അപ്പോൾ പിന്നെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റൊക്കെ ബ്രേക്ക് എടുക്കും. ആ 10 മിനിറ്റ് നമ്മൾ ഒരിക്കലും ഫോൺ എടുക്കാതിരിക്കും. ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുക. അതായത് ഡ്രോയിങ്ങോ, ഞാൻ വലിയ ഡ്രോയിങ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ, അത് വേറെ കാര്യം. ജസ്റ്റ് എന്തെങ്കിലും ഒരു പെൻസിലോ പേനയോ കൈ കിട്ടിയതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രോയിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നീച്ച് നടക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ നോമ്പായതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് അത് പോസിബിളല്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ഒരിക്കലും ഫോൺ എടുക്കാൻ നോക്കരുത്. ഫോൺ എടുത്ത് കഴിഞ്ഞ് എൻ്റെ ഒരു കാര്യമായിട്ട് അറിയണം, ഫോൺ എടുത്ത് കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എന്ന് വിചാരിച്ചെടുക്കും. പക്ഷേ പിന്നെ അത് 1 മണിക്കൂർ 2 മണിക്കൂറാവണത് നമ്മൾ അറിയുക പോലുമില്ല. അപ്പോഴായിരിക്കും നമ്മൾ ബ്രേക്കിംഗ് ടൈമുമായിട്ട് പിന്നെ പഠിക്കേണ്ട ടൈം എന്നുള്ള നമ്മൾ വെച്ച ആ ടൈം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാം ആകുമ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇൻസ്റ്റഗ്രാം എടുത്താലേ പിന്നെ ഫോണിൽ ടൈം പോകണം അറിയാത്ത മെയിനായിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇപ്പോൾ എക്സാമൊക്കെ ആകുമ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക മാക്സിമം. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഫോണിൽ ടൈം പോകണം ഇങ്ങനെ അറിയാതിരിക്കുക. റീൽസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ മണിക്കൂറുകളൊക്കെ മിനിറ്റായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ ഫോണൊരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഉണ്ട് എനിക്കൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ അധികം ഫോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി കുറവാക്കണം. പിന്നെ ഒരു മിനിറ്റും കൂടി വേണ്ട ഒരു ഇൻസ്റ്റഗ്രാം പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പാസ്വേഡ്സ് ലോഗിൻ ചെയ്യാനൊന്നും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അതൊക്കെ ചെയ്യാതിരിക്കുക, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക.
മെയിനായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും വെറുതെ ഒരു സ്റ്റഡി വ്ളോഗൊക്കെ അല്ലേ, എന്തെങ്കിലും ഒരു ടിപ്സൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് മാക്സിമം നോക്കുക. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ തുടങ്ങിയ മുതൽ എൻ്റെ മാർക്കും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ അവസാന സമയപ്പോൾ ഒരു പാഠം നമുക്ക് നോക്കാനേ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് ആ പാഠത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവുമല്ലോ, 2-3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസെങ്കിലും മാക്സിമം പഠിച്ച് ജസ്റ്റ് ആ ഒരു പാഠം എടുത്തിട്ട് ഒരു ഓവറോൾ നോക്കിയിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം പഠിച്ചിട്ട് പോവുക. അപ്പോൾ എന്തായാലും നമുക്ക് പാസ്സാവുള്ള മാർക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അതേപോലെ തന്നെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക, അത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സംസാരം വരക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാം. അങ്ങനെ പിന്നെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി ഉറങ്ങി. പിന്നെ നമുക്ക് ഹോംവർക്കിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആയി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മഷി കഴിഞ്ഞ പേനകളൊക്കെ ഇങ്ങനെ ശേഖരിച്ചേക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പണി? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.